ഇങ്ങനെ തൂക്കി പൊടിക്കാതെ ഞാൻ പറയണമെന്ന് കേക്ക് തലവരെ. തോണിയിൽ ഇറങ്ങുമ്പോ ആ പാവക്കുട്ടിയുടെ കീശയിലുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോ കാണാനില്ല. കള്ള ഇമാനെ, നീ അതിനെ ആർക്കെങ്കിലും വിറ്റോ? തലവരുടെ കുട്ടിക്ക് വാങ്ങിയ പാവം ഞാൻ എന്തിനാ വിൽക്കുന്നത്? അത് എന്റെ കുട്ടിക്ക് വാങ്ങിയതാണെന്ന് നിന്നോട് ആരാടാ പറഞ്ഞ കഴുത്? അതിനകത്ത് രത്നങ്ങളാണ്. 9 ലക്ഷം രൂപ വില പിടിപ്പുള്ള രത്നങ്ങൾ. അന്ന് 9 ലക്ഷം. തലവരെ, തലവരെ, കിട്ടി, പാവക്കുട്ടിയെ കിട്ടി. എവിടെയാ പാവക്കുട്ടിയെ? ഒരു വാവക്കുട്ടി തട്ടിക്കൊണ്ടുപോയി. വാവക്കുട്ടിയോ? അതാരാടാ? എടാ, അതവളല്ലേ? ആ, അവളെ പൊക്കണം, കാറിലിടണം, തലവർക്ക് കൊടുക്കണം. പൊക്കിട്ട് പൊങ്ങിയില്ലെങ്കിലോ? തലവര് നമ്മളെ പൊക്കും. എടീ, വിളികളെ. പോകുന്നു. അവിടെ തല്ലാൻ നടക്കണ്ട, നമുക്കും പോയി പിടിക്കാം. തലവര് നമ്മളോട് തല്ലാൻ പറഞ്ഞിട്ടില്ല. പുതിയ ഒരു വന്നിരിക്കുന്നു. ആരെ? അവനാരാ? അവനാ. തലയിട്ട് ചോദിക്കാം. മതി മതി. അല്ലോ, അവൻ മയത്തായെന്നാ തോന്നണം. നമുക്ക് വലിയടാ. അപ്പൊ പാവക്കുട്ടി അത് നാളെ നോക്കാന്ന്. പോലീസ് വരുന്നതിന് മുമ്പ് പോവാം.
എങ്ങനെയാ കുത്തുകിട്ടിയ ആളിനെ കൊണ്ടുവന്നത്? ക്ലോസ് റിലേറ്റീവ് ആണോ? എങ്കിലും ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യൂ. പോലീസ് കേസാ. ഞാൻ ക്ലോസ് റിലേറ്റീവ് ആണ്. എങ്ങനെയെങ്കിലും എന്റെ ഭർത്താവിനെ. ഭർത്താവോ? ഇതിൽ കൂടുതൽ എന്തോന്ന് ക്ലോസ് ആവാന്? ദേ ഇതൊന്ന് ഒപ്പിട്ടെ. ഇവിടെ ഇവിടെ വൈഫൊന്നും കൂടി എഴുതേരെ. അതില്ലാന്നും പറഞ്ഞൊരു പ്രശ്നം വേണ്ട. ആംബുലൻസിൽ ഇരുന്ന് കുട്ടി മലയാളത്തിൽ നിലവിളിച്ചു എന്ന് അതിന്റെ ഡ്രൈവർ വന്ന് പറഞ്ഞു. അതാ ഞാൻ തന്നെ കടലാസം കൊണ്ട് വന്നത്. കേരളത്തിൽ എവിടെയാ? ഒക്കെ പറയാം, ഒന്ന് വേഗം ചെല്ലു പ്ലീസ്. വളരെ സീരിയസാ. എങ്കിലും പേടിക്കാനൊന്നുമില്ല. ഓപ്പറേഷൻ ഒരു 4-5 മണിക്കൂർ എടുക്കും. ഒരു 6 ബോട്ടിൽ ബ്ലഡ് വേണ്ടി വരും. വേറെ സംഘടിപ്പിക്കണം. സാറേ സാറേ സാറേ, ഇത് ഞാനാണ്, സാറിന്റെ ദാസൻ ദാസൻ ദാസൻ. സിസ്റ്റേ ജൽദിയാവോ, സാറിന്റെ ബോധം പോയേ. നീ എന്തിനാണ് നിന്റെ സിസ്റ്ററെ വിളിക്കുന്നത്? ഇത് നിന്റെ വീടാണോ? വീടല്ല സാറേ, ഇത് ആശുപത്രിയാണ്. സാറിനെ ആരോ നിരത്തിലിട്ട് കുത്തി കുടലെടുത്തു. ഓപ്പറേഷൻ ചെയ്ത് ആ കുടലെടുത്ത് അകത്തിട്ട് ഡോക്ടർമാർ തുന്നിക്കെട്ടി. ഇനി കുഴപ്പമൊന്നുമില്ല. അയ്യോ അയ്യോ, എന്നെ കൊന്നേ. ചെയ്തവൻ ആരായാലും അവന്റെ കുടുംബത്തിൽ ആറ്റം ബോംബ് വീഴണേ എന്റെ വടശ്ശേരിക്കര ഭഗവതി. അയ്യോ, ഞാനിപ്പോ ചാവുവേ ദാസാ. അയ്യോ അയ്യോ സാറേ. അയ്യോ, വേദനിക്കുന്നതാ ദാസാ. സാറേ അമ്മേ, അയ്യോ. സാർ ഇങ്ങനെ കിടന്നു ഉരുണ്ടാ തുന്നു പൊട്ടും. 24 തുന്നുണ്ട്. സിസ്റ്ററെ വിളിച്ച് ഇഞ്ചക്ഷൻ തരാൻ പറയട്ടെ. അത് കൊണ്ടുപോയി നിന്റെ തന്തയ്ക്ക് കൊടുക്കണ കഴുതേ. അയ്യോ സിസ്റ്റേ 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 സിസ്റ്റേ. അയ്യോ, എന്നെ കൊന്നേ. അയ്യോ वो आपका कौन है? कौन? वो बेड़ा भाई, वो हमारा पिताजी का बड़ा दोस्त के. कराटे ब्लैक बेल्ट, मैं मास्टर होम कराटे ഡയമണ്ട് ബെൽറ്റ്. ഇനി എന്തെങ്കിലും അറിയണോ? ആരോ 4 കുത്തും കുത്തി ഇവിടെ കൊണ്ട് നിട്ടതാ. അങ്ങേരോട് എഴുന്നേൽക്കുക വേണ്ടു. കുത്തിയവനും കുത്തു കൊള്ളിച്ചവനും ഉടലോടെ നരകത്തിലെത്തും. ഹിന്ദി നേരാമെന്ന് അറിയായിരുന്നെങ്കിൽ അവന്മാരെ ഞാൻ തന്നെ കണ്ടുപിടിച്ചേനെ. ബോംബെയിൽ വന്ന് സാറിന്റെ കൂടെ കൂടി ഞാനും ഒന്ന് പച്ച പിടിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോഴേക്ക് സാറിന്റെ വയറ്റിൽ കുത്തുവായി, എന്റെ കയ്യിൽ ഫ്ലാസ്കുമായി. സോറി, ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായി കാണത്തില്ല. ആപ്കാ നാം ക്യാ ഹേ? बदमाश. ഓ, ഡോക്ടർ ആണല്ലേ, അങ്ങനെ പറ. ഹസ്ബൻഡിനെ കണ്ടില്ലേ? കണ്ടു, ഇഞ്ചക്ഷൻ എടുത്തു, ഉറങ്ങ. ആള് ഭയങ്കര പേടിത്തൊണ്ടനാണല്ലേ. ഇത്തിരി വേദനിച്ചാ മതി, എന്താ നിലവിളി? നിങ്ങൾക്ക് നല്ല ഭാഗ്യമുണ്ട്. കൊണ്ടുവരുമ്പോഴേ ഒരു ഹോപ്പും ഇല്ലെന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത്. വീടെവിടെയാ? വീടോ? വീട് ഞാൻ ജനിച്ചത് സിംഗപ്പൂരായിരുന്നു. പിന്നെ വളർന്നത് ഡൽഹിയിലും കൽക്കത്തയിലും മറ്റും. അങ്ങനെ. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? 5-6 വർഷമായി. എത്ര കുട്ടികളുണ്ട്? അദ്ദേഹത്തിന് കുട്ടികളുണ്ടാവില്ല. അയ്യോ, കഷ്ടം. ഞാൻ അറിയാതെ ചോദിച്ചു പോയി. ഐ ആം സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. ദേ ഒന്ന് നിക്കണേ, ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. ഹസ്ബൻഡിന്റെ പേരെന്താ? അത് ഞാൻ ഇതുവരെ കേസ് ഷീറ്റിൽ എഴുതിയിട്ടില്ല. അന്നത്തെ പരിഭ്രമത്തിന് ചോദിക്കാനും വിട്ടുപോയി. അതെനിക്ക് അറിഞ്ഞൂടാ. അല്ല, ഞാൻ കണ്ണാന്നാ വിളിക്കാറ്. കണ്ണാന്ന് വിളിച്ച് വിളിച്ച് ശരിയായ പേര് ഞാനും മറന്നു. അതൊക്കെ ഒരു ഭാഗ്യമാണ് കുട്ടി. അതാണ് യഥാർത്ഥ സ്നേഹം. പോയോ? 1 മണിക്കൂറായി ഞാൻ ആ പൈപ്പും പിടിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട്. ഒരു തുള്ളി മൂത്രം പോകുന്നില്ല ദാസാ. വയറിനകത്താണെങ്കിൽ ആകെ ഒരു തരിപ്പും. അവന്മാര് കുത്തിയപ്പോ ഇനി അതങ്ങനെ മുറിഞ്ഞു പോയിരിക്കുവോ? എന്ത് ചോദിച്ചാൽ ഈ കുത്ത് കിട്ടിയ കാര്യം മാത്രം നീ എടുത്തു പറയണ്ട. ഇതൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ. ഒരു പെണ്ണിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ 1-2 കുത്തു വാങ്ങി. എന്നെ കുത്തി നിലത്തിട്ടിട്ട് ആ കാട്ടാളന്മാർ അവളെയും കൊണ്ട് പോയിട്ടുണ്ടാവും. അവളെ പറ്റി നീ എന്താ ചിന്തിക്കാത്തത്? പെണ്ണുങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ പറ്റിയൊരു ദേഹമല്ല എന്റേത്. ഈ തടി കാണാവുന്ന മനുഷ്യത്വം കാണിച്ചിട്ട് സാറിന് ഇപ്പൊ എന്താ കിട്ടിയത്? വയറിന് 24 തുന്നോ? അത് പിന്നെ സഹിക്കാം. ഈ മൂത്രം പോവാത്തതിന് ഇപ്പൊ എന്താ ചെയ്യാ? അതിനി വേറെ താപ്പിടേണ്ടി വരുമോ? ഇതിനുള്ള ഉത്തരം ഞാനൊന്ന് എഴുന്നേറ്റിട്ട് നിനക്ക് സൗകര്യം പോലെ പറഞ്ഞു തരാം. അതുവരെ നീ ഒന്ന് ക്ഷമിക്കും. സിസ്റ്റർ അല്ലേ പറഞ്ഞത് എന്തോ മരുന്ന് വാങ്ങിക്കാനുണ്ടെന്ന്. ആ പ്രിസ്ക്രിപ്ഷൻ ഇങ്ങോട്ട് കൊടുത്താൽ ഇവനത് വാങ്ങിത്തരും.
അതൊക്കെ വാങ്ങിച്ചു തന്നിട്ടില്ലേ സാറിന്റെ ഭാര്യ ഇവിടെ വന്ന് സാറിനെ കണ്ടിട്ട് ഓഫീസിൽ പോയത്? എന്നെ കണ്ടിട്ടോ? ഏത് ഭാര്യ? ഏത് ഓഫീസില്? സാറിന്റെ ഭാര്യയല്ലേ കുറച്ച് നേരത്തെ ഇവിടെ വന്നിട്ട് പോയത്? ഇങ്ങനത്തെ ഓരോ സാധനത്തിനെ ഒപ്പം നിർത്തി ഇല്ലാത്ത ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതിൽ നല്ലതല്ലേ സ്നേഹമുള്ള ഭാര്യ ഒരാഴ്ചത്തെ ലീവ് എടുത്ത് അടുത്തിരിക്കുന്നത്? സാറിന് അവരോട് ലീവ് എടുക്കണ്ടെന്ന് പറഞ്ഞത്? ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല. ആരാ നിങ്ങളോട് നുണയൊക്കെ പറഞ്ഞു തന്നത്? ഇത് നുണയൊന്നുമല്ല, സാറിന്റെ ഭാര്യ തന്നെയാ പറഞ്ഞത്. മരുന്നെല്ലാം വാങ്ങി ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് ഇതുവരെയുള്ള സകല ബില്ലും കെട്ടിയാ അവര് പോയത്. സാറിന്റെ കയ്യിൽ നിന്ന് ഒറ്റ പൈസ പോലും വാങ്ങരുതെന്ന് കാഷ്യരോടും പറഞ്ഞു. അവരധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കൊണ്ട് വേണമത്രേ സാറിനെ ചികിത്സിക്കാൻ. സാറിന്റെ പേര് കണ്ണാന്നാണല്ലേ? ഭാര്യക്ക് ഇഷ്ടപ്പെട്ട പേരല്ലേ അത്? അത് തന്നെ ഞാനും കേസ് എഴുതിയിരിക്കുന്നത്. അതേതായാലും നന്നായി. അതേ പേരിൽ എന്റെ വീട്ടിലൊരു മൂരിക്കുട്ടനുണ്ട്. ഇങ്ങനെ കണ്ണി ചോരയില്ല സംസാരിക്കരുത്. ആരോടൊക്കെ തല്ലുകൂടി വയറ്റത്തൊരു കുത്തും വാങ്ങി ബോധം പോയ സാറിനെ ആ പാവം നിലവിളിച്ചോണ്ട് എവിടെ കൊണ്ടുവന്നാക്കിയത്. അവര് വരാൻ ഇത്തിരി വൈകിരുന്നെങ്കിൽ ഇനിയും ഒരു സ്വഭാവം കാണിക്കാൻ സാറില്ല. എന്റെ കണ്ടീഷൻ അത്രയും മോശമായിരുന്നോ? ശരിക്കും പറഞ്ഞാൽ ഇവിടെ കൊണ്ടുവരുമ്പോ സാറിന് ജീവൻ ഉണ്ടായിരുന്നില്ല. ഓഫീസിലുള്ള ആൾക്കാരെ മുഴുവൻ കൂട്ടിക്കൊണ്ടുവന്ന് 6 കുപ്പി രക്തമാണ് ആ പാവം സംഘടിപ്പിച്ചു കൊടുത്തത്. അല്ല, സാർ ഇതൊന്നും അറിഞ്ഞിട്ടില്ലേ? ഇല്ല, അപ്പോഴൊന്നും എനിക്ക് ബോധം ഉണ്ടായിരുന്നില്ല. ഇത്രയ്ക്ക് വേദനിക്കാനൊന്നുമില്ല. ഇതിലും വലിയ വേദനയായിരിക്കും പാവം ആ പെൺകുട്ടിയുടെ മനസ്സിൽ. സാറ് പറഞ്ഞതൊന്നും സിസ്റ്റർ കാര്യമാക്കണ്ട. ഞാൻ സത്യം പറയാം, സാറും ഭാര്യയും തമ്മിൽ ചെറിയൊരു സൗന്ദര്യ പ്രശ്നമുണ്ട്. ഈ കുത്തുകൊണ്ട് അത് പരിഹരിച്ചിട്ടില്ല, അത്രയും നല്ലത്. അവരിനിയും വരുമോ സിസ്റ്ററെ? പിന്നെ വരാതിരിക്കുവോ? എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കെട്ടിയാൻ ചാവാൻ കിടക്കുമ്പോ ഏത് ഭാര്യയും വരും. ഇവര് തമ്മിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് പല പെണ്ണുങ്ങളും സാറിനെ പറ്റിക്കാൻ ശ്രമിക്കാറുണ്ട്. സിസ്റ്റർ കണ്ടത് സാറിന്റെ ഭാര്യ തന്നെയാണോന്നാ എന്റെ സംശയം. കണ്ടാലെങ്ങനെ, എന്നെക്കാൾ ഭംഗിയുണ്ടോ? ഇത്രയും ഭംഗി ഏതായാലും ഇല്ല. എന്നാലത് സാറിന്റെ ഭാര്യ തന്നെ. എന്റെ പൊന്ന് സിസ്റ്ററെ, ഞാൻ കണ്ണനല്ല. എന്റെ പേര് ജയദേവെന്ന. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. നിങ്ങൾക്ക് കുട്ടികളുണ്ടാകത്തില്ല എന്ന് വെച്ച് കല്യാണം കഴിച്ചിട്ടില്ല എന്നൊക്കെ എന്തിനാ കള്ളം പറയുന്നത്? കുട്ടികളുണ്ടാവില്ലേ? ആർക്ക്? നിങ്ങൾക്ക്. ആര് പറഞ്ഞു? ആര് പറഞ്ഞു? ദേ സിസ്റ്ററാണോ മദറാണോ ഞാൻ നോക്കൂല. ഒറ്റ കുത്തു കിടപ്പില്ലേ? അത് അത്ര വലിയ പ്രശ്നമാക്കി നിങ്ങൾ പരസ്പരം പിണങ്ങണ്ട. ഇവിടുന്ന് ഡിസ്ചാർജ് ആയി പോകുന്നതിന് മുൻപ് ഡോക്ടർ കുൽക്കർണിയെ ഒന്ന് കാണണം. അദ്ദേഹം നിങ്ങൾക്ക് ഒരു ഓപ്പറേഷൻ നടത്തേണ്ട പ്രശ്നമേ ഉള്ളൂ. ഭാര്യ പ്രസവിക്കും. അത് കൊള്ളാമല്ലോ സാറേ, ഒരു കുത്തുകൊണ്ട് 2 ഓപ്പറേഷൻ. നമുക്ക് അതും അങ്ങ് നടത്താം. നിങ്ങളായി സാറിനെ ചീത്തയാക്കുന്നതെന്നാ അവരെന്നോട് പറഞ്ഞു. ഞാനോ? വെറുതെ എന്തിനാടോ ഒരു കുടുംബം കലക്കുന്നത്? അത് കൊള്ളാമല്ലോ. ആരടാ അവള്? അത് ഇവിടുത്തെ ഒന്നിനും കൊള്ളാത്തൊരു നഴ്സാ സാറേ. അതല്ലടാ, പിന്നെ എനിക്ക് ആണത്വമില്ല എന്ന് പറഞ്ഞ എന്റെ ആ ഭാര്യ ഏതാണെന്ന്. സാർ ഈ ദാസനോട് സത്യം പറ. ഈ ബോംബെയിൽ ഏതെങ്കിലും സ്ഥലത്ത് ഞാൻ അറിയാതെ സാറ് വല്ല ആണത്വം തെളിയിക്കാൻ പോയോ? വകുപ്പ് മാറി ചെന്നപ്പോ ഇനി അവര് തന്നെ സാറിനെ കുത്തിയതാണോ? അല്ലേ?